ഹായ്, നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനകത്ത് പോലും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. UDF എന്ന ഒരു മുന്നണി വല്ലാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ. പക്ഷേ കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നില്ല എന്നും കോൺഗ്രസിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾ വളരെ കൃത്യമായി തന്നെ എടുത്തിട്ടുണ്ടെന്നും ഉറച്ച തീരുമാനമാണ്, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് വളരെ മുന്നിലാണ്, ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പലരും അവകാശപ്പെടുന്നത്. എന്നാലും കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നത ഈ അൻവറിൻ്റെ വിഷയത്തിൽ ഉണ്ട് എന്നത് വ്യക്തം തന്നെയാണ്. അതെന്തോ ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നത് ഈ മുൻ KPCC പ്രസിഡൻ്റായ K. സുധാകരൻ പറയുന്നതും ഇപ്പോഴത്തെ പ്രസിഡൻ്റായ സണ്ണി ജോസഫ് പറയുന്നതും അതുപോലെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുന്നതെല്ലാം വ്യത്യസ്തമായ നിലപാടുകളാണ്. ഈ അൻവറിനെ UDFിലേക്ക് എടുക്കണം എന്ന ഉറച്ച നിലപാടിൽ സുധാകരൻ നിൽക്കുമ്പോൾ വരട്ടെ, സമയമായിട്ടില്ലല്ലോ, ചെയ്യാം എന്ന നിലപാടിലാണ് VD സതീശനും അതുപോലെ സണ്ണി ജോസഫും, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫും. അദ്ദേഹം പറയുന്നത് ഇത് അൻവറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് TMC ആണ്, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അത് ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിൽ ആ മുന്നണിയിലേക്ക്, നമ്മുടെ UDF എന്ന മുന്നണിയിലേക്ക് TMCയെ എടുക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങൾ കേരളത്തിൽ തീരുമാനിക്കേണ്ടതല്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. വേണമെങ്കിൽ ഒരു അസോസിയേറ്റ് മെമ്പറാക്കി UDFിലേക്ക് എടുക്കാം, അതിനും ഒരു ധൃതിയൊന്നും വേണ്ട, ധൃതിയൊക്കെ കഴിയട്ടെ, ഞങ്ങൾ അതിനോട് ധൃതി കാണിക്കേണ്ട കാര്യമല്ല, അസോസിയേറ്റ് മെമ്പർ ആക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. VD സതീശനും ഏകദേശം അതേ നിലപാട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ അവരുടെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. UDFിനകത്തുള്ള മുസ്ലിം ലീഗിന് അൻവറിനെ ഈ UDFിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. UDFിനകത്തെ മുസ്ലിം ലീഗിന് ഈ അൻവറിനെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ UDFിലേക്ക് കൊണ്ടുവരണം തന്നെയാണ് നിലപാട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് UDFിൻ്റെ സ്ഥിതി അങ്ങനെ ആകുമ്പോൾ ഇപ്പുറത്ത് LDFിനെ നമുക്കൊന്ന് നോക്കാം. LDFിൻ്റെ സ്ഥിതി എന്താണ്? LDF ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത വല്ലാതെ ഒരു പരിങ്ങലിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്, അവിടെ സിറ്റിംഗ് MLA ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ കുഴയുകയാണ്. അവരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ യഥാസമയത്തിന് നിശ്ചയിക്കും, കൃത്യമായിട്ടും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും, ഞങ്ങൾ തന്നെ ജയിക്കും, സീറ്റ് ഞങ്ങൾ നിലനിർത്തും എന്നൊക്കെ LDF പറയുന്നുണ്ടെങ്കിൽ പോലും LDFിന് അത് കഴിഞ്ഞിട്ടില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പരിഹാസ്യമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി സ്ഥാനാർത്ഥികളെ തേടുന്നു, താല്പര്യമുള്ളവർ അപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ പരിഹാസ്യത ഉണ്ടെങ്കിലും അതിൽ കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നത്. കാരണം LDF എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് CPMന് അവിടെ അൻവർ പോയതിനു ശേഷം ഒരു സിറ്റിംഗ് MLA അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റാണ് CPMൻ്റേത്, അത് നിലനിർത്താൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ കുഴയുന്നതാണ് ഒരു വശത്ത് കാണുന്നത്. അപ്പോൾ UDFിനകത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ അവിടെ UDFിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് തർക്കം നിലനിൽക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ തന്നെ തർക്കം നിലനിൽക്കുന്നു. UDFിനും വ്യക്തമായിട്ട് ഒരു സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങി തുടങ്ങിയിട്ടില്ല, സ്ഥാനാർത്ഥി തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പോലും. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാതെ നിൽക്കുന്നു. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഒരു മുന്നണിയാണ് BJPയുടെ മുന്നണി. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പോലും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് BJP നിൽക്കുന്നത്. ഇത് ഒരു അനാവശ്യമായ തിരഞ്ഞെടുപ്പാണ്. വളരെ ഒരു വർഷത്തിൽ പോലും ഇനി കാലാവധിയില്ല പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്ക്, MLAക്ക്. അങ്ങനെ വെറുതെ ഒരു കാശ് കളഞ്ഞിട്ട് ഒരു വല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തിരഞ്ഞെടുപ്പിലേക്ക് ഇത്രയധികം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്താൻ ഇപ്പം BJPക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിന്, ഇപ്പോൾ BJPയെ നയിക്കുന്ന കേരള ഘടകത്തെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഈ തിരഞ്ഞെടുപ്പ് അനാവശ്യമായ തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. മാത്രമല്ല അവർക്ക്
വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലേക്കാണ് അവരുടെ ശ്രദ്ധ മുഴുവനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലേക്ക് കുറേ ഊർജം വെറുതെ പാഴാക്കി കളയേണ്ട കാര്യമില്ല. അവിടെ ജയിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും 10,000-ലധികം വോട്ട് ഉള്ള ഒരു മണ്ഡലമാണ്. ആ വോട്ട് എങ്ങനെ നിലനിർത്തണം, ആ വോട്ട് ഒരുപക്ഷെ മനസാക്ഷി വോട്ട് പറഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകില്ലേ എന്നുള്ള അഭിപ്രായവും ഇപ്പോൾ BJPക്ക് അകത്തുണ്ട്. വ്യക്തമായിട്ട് അവർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും 3 മുന്നണികൾ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഉള്ളത് അൻവറിൻ്റെ പാർട്ടിയാണ്. സത്യം പറഞ്ഞാൽ അൻവറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അൻവറിൻ്റെ TMC, അത് TMC ആണോ അല്ലെങ്കിൽ TMC തന്നെയാണോ, കേരളത്തിൽ TMC എന്നുള്ള പാർട്ടി ഉണ്ടോ, അത് എത്രമാത്രം ശക്തമാണ് എന്നതൊക്കെ നമുക്ക് സംശയമുള്ളതാണ്. കാരണം TMCയുടെ സാന്നിധ്യം നമ്മൾ ഇതുവരെയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ അൻവർ DMK-യിലൊക്കെ ചേരാൻ പോയി, അത് നടക്കാതെയായി. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടി വേണമെന്ന് വിചാരിച്ചു. കാരണം DMK നടക്കാതായത് ഇവിടുന്ന് പിണറായി വിജയൻ CPM-ഉം പാരയിട്ടതുകൊണ്ട് തന്നെയാണെന്ന് അൻവറിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പിന്നെ TMC-യിലോട്ട് പോകുന്നു, TMC-യുടെ നേതാവാകുന്നു. എന്തായാലും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് തൃണമൂൽ കോൺഗ്രസ്സുകാരനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും അൻവറിനെ നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ, TMC നേതാവായിട്ട് അംഗീകരിക്കാൻ കേരള ജനതയ്ക്കും കേരള സമൂഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അൻവറിൻ്റെ ഒരു സ്വകാര്യ പാർട്ടി, അൻവറിൻ്റെ ഒരു സ്വന്തമായൊരു പാർട്ടി എന്ന തരത്തിൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അൻവർ എന്ന് പറയുന്ന വലിയൊരു സുൽത്താൻ ഇതാ എങ്ങും തൊടാൻ കഴിയാതെ ഒരിടത്തും ഒരു ചേക്കേറി ഇരിക്കാൻ ഈ മഴയത്തും വെയിലത്തും നിന്ന് നനയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം അൻവർ എന്തോ വലിയ ആളാണ്, ഒരു സുൽത്താനാണ്, നിലമ്പൂരിൻ്റെ സുൽത്താനാണ്. ഇവിടുത്തെ മാധ്യമങ്ങളെ മുഴുവനും ഞാനിപ്പോൾ ഇതാ പിടിച്ച് കടിച്ച് തൊലിച്ച് തിന്നുകളയും, ഇവന്മാരെല്ലാം പിണറായി വിരുദ്ധന്മാരാണ്, പിണറായിക്കെതിരായിട്ട്, പിണറായി സർക്കാരിനെതിരായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് കേരളത്തിലെ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണാക്കി അവർ ചെസ് നമ്പർ ഇട്ടിട്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞ് 160ഓളം കേസുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എല്ലാവരെയും ശരിയായി കളയുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ തകർത്തലവ് പറഞ്ഞ് വന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പിണറായിയുടെ ഒരു ചട്ടുകമായിട്ട് അല്ലെങ്കിൽ കോടാലിയായിട്ട് മാറിയ ആളാണ് ഈ അൻവർ എന്ന് പറയാം. അന്ന് നമ്മൾ ചാനലുകാർ പറഞ്ഞാണ് ഇയാൾ വെറും ചട്ടുകമാണ്, വെറും കോടാലിയാണ് എന്നുള്ളത്. പക്ഷേ അന്നൊന്നും ഈ CPM-കാർ കൂടെ നിൽക്കുകയായിരുന്നു. അൻവർ എന്തോ വലിയ മഹത്തായ വ്യക്തിയാണെന്ന തരത്തിലാണ് CPM നിൽക്കുന്നത്. ഇപ്പോൾ പിണറായിക്കെതിരായി സംസാരിക്കുകയും പിണറായി സത്യത്തിനെ തകർക്കണം, പിണറായി സത്യത്തിൻ്റെ ആണിക്കല്ലടിക്കണം എന്നതാണ് ഇപ്പോൾ ഈ അൻവർ പറയുന്നത്. പക്ഷേ അൻവറിന് ഈ പിണറായി സത്യത്തിന് ആണിക്കല്ലടിക്കാൻ നിൽക്കുന്ന അൻവറിന് എവിടെ നിന്നുകൊണ്ട് ആണിയടിക്കണം എന്ന ഒരു അവസ്ഥ, തറയിൽ നിന്ന് ആണിയടിച്ചാൽ പറ്റുന്നില്ല, വെള്ളത്തിൽ നിന്ന് ആണിയടിക്കാൻ പറ്റുന്നില്ല, ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഗതികെട്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ അൻവറിൻ്റെ സ്ഥിതിയും കാണുന്നത്. അങ്ങനെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ 3 മുന്നണികളും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വ്യക്തമായിട്ടൊരു രാഷ്ട്രീയ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന NDA എന്ന മുന്നണിക്ക് നിലമ്പൂരിൽ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA ഉള്ള കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാതെ നിൽക്കുമ്പോൾ ഇത് തിരിച്ചു പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് UDF സജീവമായിട്ട് സ്ഥാനാർത്ഥി നിർണയിച്ചെങ്കിൽ പോലും, തീരുമാനിച്ചെങ്കിലും ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയി സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മുന്നണി മാറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള അവസ്ഥയാണ്. അവിടുത്തെ രാജിവെച്ചു പോയ അൻവറിൻ്റെ അവസ്ഥ അതിലും പരിതാപകരമാണ്. ഇതാണ് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു നിലമ്പൂർ രാഷ്ട്രീയ ചിത്രം.